അഘോരി, ദ സീക്രട്ട് ഓഫ് ടൈം ആൻഡ് ക്രൈം. അകലെ താഴെ ഹിമാലയ മലഞ്ചെരുവിലെ പാതയോരത്ത് ത്രയംബക മഹാരാജ് ബാബ മറ്റു 2 പേരോടൊപ്പം മൃതദേഹത്തിനരികിൽ നിൽക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കാൽ മൃതശരീരത്തിലില്ല. ബാബ മറ്റേ കാലിലെ മാംസം വലിയൊരു കത്തി കൊണ്ട് മുറിച്ചെടുത്ത് ഒരു ശിഷ്യന്റെ കയ്യിലെ തലയൊട്ടിയിലേക്കിട്ടു. അഘോരം, അത് നമ്മിലെ കുഞ്ഞിന്റെ നിഷ്കളങ്കതയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അതെ, അതിനിഗൂഢമായ എന്തോ ഒന്ന്. അതാണ് നമ്മെ അഘോരി എന്ന ശ്രീധരൻ നമ്പൂതിരി എഴുതിയ നോവലിലേക്ക് വലിച്ചടുപ്പിക്കുന്നത്. സ്നേഹസ്വരൂപരായ എല്ലാ ദേവി ഉപാസകരെയും സഹോദര സ്ഥാനീയരായിട്ടുള്ള എല്ലാ ഉപാസകരെയും, അമ്മയുടെ മക്കളാണ് നമ്മളെല്ലാം, പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ യജ്ഞം വളരെ മനോഹരമായി, വളരെ നല്ല രീതിയിൽ എല്ലാവരും നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതറിയുന്നതിൽ വളരെ സന്തോഷം. പല ആളുകളുടെ ലൈഫിൽ നല്ല മാറ്റം ഉണ്ടായിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും. എപ്പോഴും പറയുന്ന തൊട്ട് മാക്സിമം പാർട്ടിസിപ്പേഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരിക, അതിനകത്തുള്ള ഒരു പ്രാധാന്യം, അതുപോലെ തന്നെ മെയിനായിട്ടുള്ളൊരു പ്രാധാന്യം കൊടുത്ത് എല്ലാവരും ഇതിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യുക. ഇതൊരു യജ്ഞമായിട്ട് കണ്ട്, യജ്ഞകർമ്മം എന്നാണ് പറയുക. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മത്തിലാണ് ഈശ്വരൻ പ്രസാദിക്കുന്നതെന്ന് പറയും. ഗീത അതാണ്, ഭഗവത്ഗീത പറയുന്നത്. അപ്പോൾ ആ യജ്ഞകർമ്മമായിട്ട് കണ്ട് ഇതിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എനിവേ, വ്യാഖ്യാനത്തിലേക്ക് കടക്കുകയാണ്. പഞ്ചകോശ വ്യാഖ്യാനം, കുണ്ടലിനി വ്യാഖ്യാനം എന്നൊക്കെ പറയാം. ഇതിന് പഞ്ചകോശ കുണ്ടലിനി വ്യാഖ്യാനം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഈ പ്രാണന്റെ പഞ്ചകോശങ്ങളെ, അതുമായി ബന്ധപ്പെട്ടതിലെ പ്രധാനമായും പ്രാണനെയും ഒക്കെ കണക്ട് ചെയ്തിട്ടുള്ള വ്യാഖ്യാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം അതുകൊണ്ടാണ് ശരിക്കും ഇത് ലീലാശ്രാമം അതിൽ ഡെപ്ത് മനസ്സിലാവുള്ളൂ. അതിന്റെ വാച്യാർത്ഥം മാത്രം എടുത്താൽ ഇത് ശരിയായി പ്രായോഗികമായ ഇതിന്റെ അർത്ഥതലം ആഴവും മനസ്സിലായിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. അപ്പം ഇവിടെ അടുത്ത നാമം നമ്മളിവിടെ പറയുന്നത് വദന സ്മരമാംഗല്യ ഗൃഹ തോരണ ചില്ലിക എന്നുള്ള നാമമാണ്. വദന സ്മരമാംഗല്യ, വദനം എന്ന് പറഞ്ഞാൽ എന്താണ്? മുഖം എന്നാണ് നമുക്കറിയാം. സ്മരമാംഗല്യ ഗൃഹം, സ്മരമാംഗല്യ ഗൃഹം എന്ന് പറഞ്ഞത് കാമദേവന്റെ ഗൃഹം എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാമദേവന്റെ ഗൃഹത്തിന്റെ പേരാണ് വദന സ്മരമാംഗല്യ ഗൃഹം എന്നാണ് ഉദ്ദേശിക്കുന്നത്. സ്മരമാംഗല്യ ഗൃഹ തോരണ ചില്ലിക. തോരണം എന്ന് പറഞ്ഞാൽ കവാടം, വളച്ചുവാതിൽ, കമാനം, അല്ലെങ്കിൽ കവാടം ഉണ്ടല്ലോ, ഗേറ്റ്, അതിൻ്റെ ആ കമാനം അല്ലെങ്കിൽ അലങ്കാരം തൂക്കുന്ന സ്ഥലം എന്നൊക്കെ പറയാം. ആ വളഞ്ഞായിരിക്കുന്നത്, പുരികം പോലെയാണ് ഇരിക്കുന്നത് അല്ലേ? നമ്മൾ ഉത്സവങ്ങൾക്കൊക്കെ ചെല്ലുമ്പോൾ അവിടെ കമാനം ഉണ്ട്. ആ കവാടത്തിനെ തോരണം എന്ന് പറയും. അലങ്കാരം എന്നും അർത്ഥമുണ്ട്. നമ്മൾ ആ കവാടത്തിൽ തൂക്കി തോരണങ്ങൾ ഇട്ടിരിക്കുന്നതിന് നമ്മൾ അലങ്കാരം, അതിനും തോരണം എന്ന് നമ്മൾ പറയാറുണ്ട് മലയാളത്തില്. സംസ്കൃതത്തിൽ വരുമ്പോൾ ആ കവാടം എന്നാണ് അർത്ഥം, തോരണം എന്നും അർത്ഥമുണ്ട്. അപ്പൊ ആ ഗൃഹതോരണ ചില്ലിക എന്ന് പറഞ്ഞാൽ പുരികക്കൊടികൾ. ദേവിയുടെ 2 പുരികക്കൊടികളെ കുറിച്ച് മനോഹരമായി പശുന്യാദി വാഗ്ദേവതകൾ വർണ്ണിക്കുകയാണ്. എങ്ങനെ? അന്നമയ കോശത്തില് അല്ലെങ്കിൽ മനോമയ കോശത്തിൽ എന്നൊക്കെ പറയാം അല്ലെ? അത്രയ്ക്ക് മനോഹരമായതാണ് ദേവിയുടെ പുരികക്കൊടികൾ. കാരണം കാമദേവന്റെ ഗൃഹം ആണ് മുഖം എന്ന് പറയുമ്പോൾ കാമദേവന്റെ ഗൃഹമാകുന്ന മുഖമാണ് ദേവിയുടെ. അതായത് ദേവിയുടെ മുഖം കണ്ടാൽ ആർക്കും കാമം വരും എന്ന് പറയുമ്പോ കാമം വരുമോ? ഇത് വൃത്തികേടല്ലേ? അങ്ങനെയല്ല. കാമം ഉണർന്നെങ്കിൽ മാത്രമേ അത് സഹസ്രാരത്തിലേക്ക് വരത്തുള്ളൂ. ആദ്യം കാമമായിട്ടാണ് കുണ്ടലിനി ഉണരുന്നത്. അതുകൊണ്ട് തന്നെ സാധന ചെയ്യുന്ന ആളുകൾക്ക് തോന്നാറുണ്ട്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അവർ ചോദിക്കും, സാറേ നമ്മൾ സൈക്കോളജിക്കൽ കൺസൾട്ടേഷൻ ഉള്ളതുകൊണ്ട് വിളിച്ച് ചോദിക്കുന്നതാണ് ചിലർ,
ഇതുമായിട്ട് ഒരു ബന്ധമില്ല, നമ്മളുമായിട്ട് അറിയത്തില്ല. യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് ചോദിക്കുന്നതാണ്, സാറേ ഞാൻ നിങ്ങളൊക്കെ പറയുന്ന കൂട്ട് ധ്യാനവും ജപവും ഒക്കെ തുടങ്ങിയപ്പോൾ എനിക്കിപ്പോൾ നിയന്ത്രിക്കാൻ പറ്റാത്ത കാമം വരാറുണ്ട്. ഇത് എന്തുകൊണ്ടാണ്? അത് കുണ്ടലിനി കാമം എനർജിയാണ്, സർപ്പമാണ്. അത് കാമത്തിന്റെ സിമ്പിളാണ്. ഫ്രോയിഡിന്റെ ഡ്രീംസ് അനാലിസിസ് ഉണ്ട്. സ്വപ്നത്തെ അനലൈസ് ചെയ്യുമ്പം സർപ്പത്തിനെ ഒരുപാട് കാണുന്നവർക്ക് കാമത്തിൻ്റെതായ പ്രോബ്ലംസ് ഉണ്ടാവും. സെക്സ്വൽ നീഡ്സ് ഫുൾഫിൽ ചെയ്യാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാവുന്ന പറയുന്നത്. അത് പലപ്പോഴും ശരിയായിട്ട് തോന്നിയിട്ടുമുണ്ട്. അപ്പം ശരിക്കും ഈ സർപ്പം, കുണ്ടലിനി ഇതെല്ലാം കാമ ഊർജം. അപ്പൊ ആ കാമദേവന്റെ ഊർജം, അതാണ് ക്ലീം എന്നുള്ള ബീജമന്ത്രം ശ്രീവിദ്യയിൽ പ്രധാനമായിട്ടും കാമകലാബീജം, കാമം ആയിട്ട് അത് കാമകലയായിട്ട് പറയുന്നുണ്ട്, കാമദേവന്റെ ബീജമന്ത്രമായിട്ട്. ആ ക്ലീം എന്നുള്ളതിന്റെ ആ ശ്രീചക്രത്തിന്റെ പ്രാദുർഭാവം തുടങ്ങുന്നു കാമകലയിൽ നിന്ന്. 64 കാമകലകളായിട്ട് പ്രപഞ്ചം മുഴുവൻ ദേവി വികസിച്ചിരിക്കുന്നു എന്നാണ് സ്പന്ദകാരിക പറയും. അതിൽ സചേതനവും അചേതനവുമായിട്ടുള്ള കാമകലകൾ, ബ്രഹ്മാവ് വരെയൊക്കെയുള്ള, അല്ലെങ്കിൽ നമ്മളെ പഞ്ചഭൂതങ്ങൾ, അഗ്നി, ജലം, വായു, ഇതൊക്കെ ഓരോ പാർട്ടാണ് സൃഷ്ടിയുടെ സ്പന്ദനം, പ്രാണന്റെ സ്പന്ദനങ്ങളുടെ, ദേവിയുടെ സ്പന്ദനങ്ങളുടെ പല പല ഫ്രീക്വൻസികളായിട്ട് പറയുന്നുണ്ട്. ഇത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള സംഗതിയാണ്. അപ്പൊ ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെ കുറിച്ചാണ് സ്പന്ദകാരികയിൽ പറയുന്നത്. ഇതൊക്കെ കാശ്മീരി ശൈവ സിദ്ധാന്തവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത്. സൃഷ്ടിക്രമമാണ് പറയുന്നത്. അത് ഓരോ ഇത്ര 16ാമത്തെ കല വരുമ്പോ ഇന്നത്, 24ാമത്തെ കല വരുമ്പോ ഇന്നത്, ഇങ്ങനെ സൃഷ്ടി, പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടിയെ, ഗാലക്സികൾ വരെയുള്ള എല്ലാ സൃഷ്ടി, അതിനപ്പുറമുള്ള ലോകങ്ങള്, ദേവലോകം ഇത്രാമത്തെ കലയാണ്, ഇന്ദ്രന്റെ ലോകം അല്ലെങ്കിൽ ബ്രഹ്മാവിന്റെ ലോകം ഇത്രാമത്തെ കല. ഇങ്ങനെ 64 കാമകലകളായിട്ട്, 64 എന്ന് പറഞ്ഞാൽ 64 കോടിയാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ്. ചതുഷ്ഷഷ്ടി കോടി യോഗിനി മഹാ ഗണസേവിതാണ് ദേവിയെ പറയുന്നത്. അതുകൊണ്ടാണ് ആ വൈബ്രേഷണൽ ഫീൽഡുകളാണ്, പ്രാണന്റെ വൈബ്രേഷനിലാണ് ഇതെല്ലാം ഉണ്ടാകുന്നതെന്ന് എത്രയോ വർഷം മുമ്പ് ഇവിടെ പറഞ്ഞു വെച്ചേക്കുന്നു. എനർജി ആയതെല്ലാം എന്ന് കണ്ടുപിടിക്കും. മാറ്റർ എനർജി ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയുന്ന എനർജി മാത്രമേ ഉള്ളൂ, മാറ്റർ ഇല്ലെന്ന്. മാറ്ററും സൂക്ഷ്മത്തിലെ എനർജിയാണെന്ന് ഇപ്പൊ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഈ എനർജിയെ കുറിച്ച് തന്നെയാണ് ഋഷി പണ്ടേ പറഞ്ഞു വെച്ചേക്കുന്നത്. ഇതെല്ലാം 64 കാമകളായ ദേവിയുടെ പ്രാണന്റെ സ്പന്ദനങ്ങളാണെന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ് ആൾറെഡി. അപ്പൊ ആ സൃഷ്ടിയുടെ ആനന്ദത്തിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങുന്നത്, അല്ലേ? സൃഷ്ടി ഉണ്ടാകുന്ന ആനന്ദത്തിൽ നിന്നാണ്, ഈ സെക്ഷൽ എനർജിയിൽ നിന്നാണ്. അപ്പൊ അതിന് സെക്സ് എന്ന് പറയുമ്പോൾ ഇതെന്തോ ഡൗൺ ആണെന്ന് വിചാരിക്കുക. അപ്പൊ സ്പിരിച്വൽ എനർജി എന്ന് പറഞ്ഞാൽ തിരുത്താരണമാണ്. കാമം എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ എനർജി ആണെന്ന് എടുത്തു നോക്കി. കാമം ഉള്ളത് കൊണ്ടല്ലേ കുട്ടികൾ ഉണ്ടാവുന്നത്. പ്രപഞ്ചത്തിൽ മുഴുവൻ സൃഷ്ടി നടക്കുന്ന എല്ലാം കാമം ഉള്ളതുകൊണ്ടല്ലേ. ഒരു വീട് വെക്കുന്ന കാമം ഉള്ളതുകൊണ്ടല്ലേ, ആഗ്രഹം ഉള്ളതുകൊണ്ടല്ലേ, ശരിയല്ലേ? സൃഷ്ടി മുഴുവൻ നടക്കുന്ന ആളുകളൊക്കെ ജോലിക്ക് പോകുന്ന ആഗ്രഹങ്ങളാണ്, വണ്ടി വാങ്ങിക്കുന്നത്, ഇതൊക്കെ കാമം എന്നാണ് പറയുന്നത് സംസ്കൃതത്തില്. സെക്സ് മാത്രമല്ല കാമം, ആഗ്രഹങ്ങളും ഇതെല്ലാം പ്രപഞ്ച ശക്തിക്ക് തന്നെ കാരണമാകുന്ന ഇച്ഛാശക്തിയെ കാമം എന്നാണ് ഋഷി വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ആ കാമമാകുന്ന ആനന്ദ സ്വരൂപമാണ് കാമം. കാമം പൂർത്തീകരിക്കുമ്പോൾ ഒരു നല്ല വീട് വേണം, വീട് കിട്ടുമ്പോൾ ആനന്ദം ഉണ്ടാവും. കാറ് വേണം എന്ന് ആഗ്രഹിച്ച് കാറ് കിട്ടുമ്പോൾ ആനന്ദം ഉണ്ടാവും. ഒരു നിമിഷം സമാധിയെ പ്രാപിക്കും. ബാഹ്യലോകത്തു നിന്ന് ആന്തരിക ലോകത്തേക്ക് നമ്മൾ ഒരു ഫുഡ് കഴിക്കുമ്പോൾ ആ രസം ഉള്ളിലേക്ക് കടന്നു വരും. നല്ലൊരു വാഹനം കിട്ടി നിന്റെയാന്ന് പറഞ്ഞ് താക്കോല് എന്ന് അത് തുറന്നകത്ത് കയറിയിരിക്കുമ്പോൾ നമ്മളെ ആന്തരിക ലോകത്തേക്ക് നമ്മൾ എത്തുന്നുണ്ട്. ഫ്യൂച്ചറും പാസ്റ്റും ഇല്ലാതായി. ഇന്നലെ വരെ കാറ്, വീട് ഫ്യൂച്ചറായിരുന്നു. ഇന്ന് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് പ്രസന്റിലേക്ക് വന്നു, ഇന്ദ്രിയങ്ങളിലേക്ക് വന്നു. എനിക്ക് എന്റെ കാറിനെ ടച്ച് ചെയ്യാം, സ്മെല്ല്, കാഴ്ച, കേൾവി, മ്യൂസിക് കേൾക്കാം. 5 ഇന്ദ്രിയങ്ങളിലൂടെ ഞാൻ അകത്തേക്ക് എന്റെ ബോധ കേന്ദ്രത്തിലേക്ക്, ആനന്ദ കേന്ദ്രത്തിലേക്ക് വലിച്ചപ്പോ എനിക്ക് ഒരു നിമിഷം തോന്നുവാണ്, എന്റെ ദൈവമേ ഞാൻ എന്ത് ഭാഗ്യവാനാണ്. എന്റെ ഉള്ളിൽ തന്നെയാണ് ആനന്ദം എന്നൊരു നിമിഷം നമ്മൾ അറിയാതെ അറിയുന്നു. അതുകൊണ്ടാണ് ആനന്ദ സ്ഫുരണം ഉണ്ടാകുന്നത്, ബഹുസ്ഫുരണം ഉണ്ടാകുന്നത്. പക്ഷെ 2 ദിവസത്തേക്കുള്ളൂ. 3ാമത്തെ ദിവസം അപ്പുറത്തെ വീട്ടിലവന്റെ കാർ ഇതിലും വലുതാണ്. പിന്നെ അതിനുവേണ്ടി ഓട്ടമായി. നമ്മുടെ ബോധകേന്ദ്രത്തിൽ നിന്ന് നമ്മൾ വീണ്ടും വെളിയിലേക്ക് എടുത്ത് എറിയപ്പെട്ടു, മനസ്സ് കാരണം. മനസ്സ് കമ്പാരിസൺ കൊണ്ടുവരുന്നു. അപ്പം നമ്മുടെ ആനന്ദത്തിന്റെ ഉറവിടം നമ്മുടെ മുഖം തന്നെ. ആ ഇന്ദ്രിയങ്ങള്, കാഴ്ച, കേൾവി, സ്പർശം, മണം, രുചി ഇതെല്ലാം ബ്രെയിനിലൂടെ പ്രോസസ് ചെയ്യുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ആനന്ദത്തിന്റെ കേന്ദ്രം. അപ്പൊ ഇവിടെ എന്താണ് ആനന്ദം? വദനം എന്ന് പറഞ്ഞാൽ ആനന്ദം എന്നും സംസ്കൃതത്തിൽ അർത്ഥമുണ്ട്, സുഖം എന്നർത്ഥമുണ്ട് നമ്മുടെ കോശത്തില്. അപ്പൊ വദന സ്മരം എന്ന് പറഞ്ഞാൽ ധ്യാനം എന്നർത്ഥമുണ്ട്. അടുത്ത ലെവൽ ഓഫ് അർത്ഥമാണ് ഞാൻ ഈ പറയുന്നത്. പ്രാണമയ കോശത്തിന്റെ അർത്ഥമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്നമയത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വദന സ്മര മാംഗല്യ, ആനന്ദം ഉണ്ടാകുമ്പോഴാണ് ഈ മാംഗല്യം ഫീൽ ചെയ്യുന്നത്, അല്ലെ? മാംഗല്യം തന്തുനാനേന, അല്ലെ? പിന്നെ തുന്തനാനേന എന്നൊക്കെ ഈ മാംഗല്യം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക്
ആനന്ദം ഉണ്ടാകുന്നത് മാംഗല്യം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹം നേടുന്നത് എന്ന അർത്ഥം മാംഗല്യത്തിനുണ്ട്. എപ്പോഴും നമ്മളൊരു മംഗളം ആവുന്നു എന്ന് പറഞ്ഞ എപ്പോഴാണ്? ശുഭം എന്ന് സിനിമയുടെ ലാസ്റ്റ് എഴുതി കാണിക്കത്തില്ലേ പണ്ടൊക്കെ? ഒരു ശുഭപര്യാസായ സിനിമകളിലാണ് നായകന് നായികയെ കിട്ടിക്കഴിയുമ്പോൾ ശുഭം നേടുന്നു. അപ്പൊ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമ്പോൾ അതിന് ആനന്ദം എന്ന് പറയാം, ശരിയല്ലേ? അപ്പൊ മാംഗല്യം എന്ന് പറഞ്ഞാൽ ആനന്ദം ലഭിക്കുന്നത് എന്നർത്ഥമുണ്ട്. വചന സ്മര മാംഗല്യ ഗൃഹം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വീടെന്ന അർത്ഥമുണ്ട്, ആവാസസ്ഥാനം, അധിഷ്ഠാന സ്ഥാനം എന്നൊക്കെ അർത്ഥമുണ്ട് തീർച്ചയായിട്ടും. ആരൂഢം എന്നർത്ഥമുണ്ട് തീർച്ചയായിട്ടും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അർത്ഥമാണ് ഗൃഹം എന്നുള്ളതിന് വൈബ്രേഷണൽ ഫീൽഡ് എന്നർത്ഥമുണ്ട്. സംസ്കൃതത്തിൽ പ്രത്യേകിച്ച് ജ്യോതിഷത്തിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിഹ്നഗ്രഹബാധകൾ, യക്ഷഗ്രഹബാധകൾ, രക്ഷസ് ഗ്രഹബാധകൾ, യക്ഷി ഗ്രഹബാധകൾ, പിശാചഗ്രഹബാധകൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അറിയാവുന്നവരൊരു പക്ഷേ. അപ്പം നമ്മൾ വാസ്തുവിലിക്ക് പത്മ വിട്ടിട്ട് പൂജ കഴിക്കുന്ന സമയത്ത് ഇവർക്ക് വേണ്ടി പ്രത്യേക സ്ഥാനങ്ങളുണ്ട്. യക്ഷഗ്രഹഭ്യോ നമ, പിശാചഗ്രഹേഭ്യോ നമ, സർപ്പഗൃഹേഭ്യോ നമ. ഈ സർപ്പഗൃഹങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓടിയിറക്കുന്ന സർപ്പമല്ല, അതുകൊണ്ടെങ്കിലും വൈബ്രേഷണൽ ഫീൽഡ് അന്തരീക്ഷത്തിലൊക്കെ ഈ പറഞ്ഞ ഡിഫറെന്റ് കൈൻഡ് ഓഫ് വൈബ്രേഷൻസ് ഉണ്ട്. ഇത് നമുക്ക് പലവിധ രോഗങ്ങളെയൊക്കെ തരണം പറ്റുന്നതാണ്. ഇപ്പൊ അത് ശാസ്ത്രം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുങ്ങൾക്ക് നമ്മുടെ ഉള്ളിൽ രോഗങ്ങൾ ഉണ്ടാക്കാനും ആരോഗ്യം ഉണ്ടാക്കാനും ഒക്കെ പറ്റുമെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഇവർക്ക് പറ്റും. ആ അന്തരീക്ഷത്തിലുള്ള സർപ്പസൂക്തത്തിൽ അതങ്ങനെ പറയുന്നുണ്ട്. എന്ത്? നമോസ് സർപ്പേഭ്യോ ഏകേജപൃഥ്വീമനു ഏ അന്തരീക്ഷേത് വിദേഭ്യ സർപ്പേഭ്യോ നമ. ഈ അന്തരീക്ഷത്തിലുള്ള സർപ്പങ്ങൾക്കും സ്വർഗലോകത്തുള്ള സർപ്പങ്ങൾക്കും ഭൂമിയിലുള്ള സർപ്പങ്ങൾക്കും സ്വസ്തി എന്ന് പറയുമ്പോൾ അന്തരീക്ഷത്തിൽ സർപ്പങ്ങളുണ്ടെന്നല്ലേ? സർപ്പത്തിന്റെ രീതിയിൽ സർപ്പിളമായി സഞ്ചരിക്കുന്ന വൈബ്രേഷണൽ ഫീൽഡുകളുണ്ട്. അത് നെഗറ്റീവായിട്ടുള്ളത് കൂടുമ്പോഴാണ് പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷണൽ ഫീൽഡുകളെ, സർപ്പരൂപങ്ങളെ വെച്ച് നമ്മൾ ആരാധിച്ച് അന്തരീക്ഷത്തിലുള്ള സർപ്പങ്ങളുടെ, പോസിറ്റീവ് സർപ്പങ്ങളെ കൂട്ടിയെടുക്കുന്നത്. അപ്പൊ അവർക്ക് ആരോഗ്യം തരാൻ പറ്റും. മറ്റേതിന് അസുഖങ്ങളെയാണ് തരാൻ പറ്റുന്നത്. സർപ്പബാധകളെ, സർപ്പഗ്രഹങ്ങളെ ആവാഹിച്ച് മാറ്റാറുണ്ട്, നെഗറ്റീവായിട്ടുള്ള സർപ്പഗ്രഹങ്ങളെ. എന്നിട്ട് പോസിറ്റീവായിട്ടുള്ള സർപ്പഗ്രഹങ്ങളെ ആവാഹിച്ച് പ്രതിഷ്ഠിക്കാറുണ്ട്. അപ്പൊ ഗ്രഹം എന്ന് പറയുമ്പോൾ ചുറ്റുന്നത്, ഭ്രമണം ചെയ്യുന്നതെന്നുള്ള അർത്ഥത്തിലും നമ്മൾ ഭൂമി ഒരു ഗ്രഹമാണ്, ശുക്രൻ ഒരു ഗ്രഹമാണ്, വ്യാഴം ഒരു ഗ്രഹമാണെന്ന് പറയാറില്ലേ? അപ്പൊ ഭ്രമണം ചെയ്യുന്ന വൈബ്രേഷണൽ ഫീൽഡ്, അല്ലെ പ്രാണന്റെ വൈബ്രേഷൻസിനെയാണ് ഒരു ഗൃഹം എന്ന് പറയുന്നത്. അപ്പൊ പ്രാണൻ അന്തരീക്ഷത്തിൽ നിന്ന് അകത്തുനിന്നും പുറത്തേക്കും അകത്തേക്കും വെളിയിലേക്ക് സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ആനന്ദം ഉണ്ടാകുന്നത്. ദുഃഖം തെറ്റായി പ്രാണൻ വർക്ക് ചെയ്യുമ്പോൾ ദുഃഖവും, അകത്തേക്ക് തെറ്റായി വൈബ്രേറ്റ് ചെയ്ത് കയറുമ്പോൾ ദുഃഖവും, പോസിറ്റീവായിട്ട് വൈബ്രേറ്റ് ചെയ്ത് കയറുമ്പോൾ സന്തോഷവും ഉണ്ടാകും. ആജ്ഞാചക്രത്തിലൂടെയാണ് കയറുന്നത് പ്രാണൻ. അകത്തേക്കും പുറത്തേക്കും പോകും. കുണ്ടലിനി ഉണരുന്ന ആളുകൾക്ക് ആദ്യം തന്നെ അവരുടെ ആജ്ഞാചക്രം തുടിക്കാറുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ പലരും സാറേ തുടിക്കുന്ന എന്താണെന്ന് ചോദിക്കാറുണ്ട്. അത് വാസന തുടങ്ങി കുറച്ച് അത് പതുക്കെ പണിയുണ്ട്, അവിടെ പണി സിസ്റ്റമാറ്റിക്കലായിട്ട് ചെയ്തു പോയാൽ അടിപൊളിയാവും, ഇല്ലെങ്കിൽ ഇത് വേറെ പ്രശ്നമാവും. അതിനുള്ള വഴികൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ ആ കുണ്ടലിനി ശക്തി കൃത്യമായ രീതിയിൽ ആ പുരികക്കൊടിയുടെ നടുക്കൂടെ വരുന്നത് കൊണ്ടും ആ ആനന്ദം നന്നായിട്ട് വന്ന, ആനന്ദമായിട്ട് വന്ന നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ലോ ഓഫ് അട്രാക്ഷൻ വഴി നേടാൻ സാധിക്കുമെന്നുള്ളതും, ഇല്ലെങ്കിൽ ഈ ആജ്ഞാചക്രത്തൂടെ അകത്തേക്ക് തുളഞ്ഞു കയറി ചില നെഗറ്റീവ് കയറിയിട്ട് നമ്മളുടെ ആഗ്രഹങ്ങളെ അകറ്റി നശിപ്പിച്ച് നടക്കാറാക്കി, നെഗറ്റീവ് റേഡിയേഷൻ ഉണ്ടാക്കി, ആളുകൾക്ക് അകൽച്ച ഉണ്ടാക്കി, സ്പ്ലിറ്റ് ഉണ്ടാക്കി, ഒറ്റപ്പെടുത്തി ആത്മഹത്യ ചെയ്യിക്കുന്ന സാധനങ്ങളും വരും. അപ്പൊ ഇതൊരു കവാടമല്ലേ ആജ്ഞാചക്രം? അകത്തേക്കും പുറത്തേക്കും പോകുന്നത് പ്രാണന്റെ, ശരിയല്ലേ? അല്ലെ? ഈ പ്രാണന്റെ അകത്തോട്ടും പുറത്തോട്ടുമുള്ള സഞ്ചാരത്തിന് ഈ പിരികങ്ങൾക്ക് വലിയ റോളുണ്ട്. ദേഷ്യം വരുമ്പോൾ ആജ്ഞാചക്രാന്തരാവസ്ഥ രുദ്രഗ്രന്ഥി വിഭേദനെ, ശിവൻ ആജ്ഞാചക്രത്തിലാണ്. ദേഷ്യം വരുമ്പോൾ പ്രാണനെ നെഗറ്റീവായിട്ട് സഞ്ചരിക്കുന്നു. ഇങ്ങനെ പിരികം ഇങ്ങനെ ചൊളിച്ച് ക്രൂരമായിട്ട് നോക്കുമ്പോൾ നമ്മുടെ പ്രാണൻ ആജ്ഞാചക്രത്തോടെ അഗ്നി ദഹിപ്പിക്കുന്ന രീതിയിൽ അവരിലേക്ക് ചെല്ലുകയും, നമ്മൾ ഒരു ചായക്കിണത്താണ് ചായ എന്ന് പറഞ്ഞ് കൊണ്ടുവച്ചാൽ, രാവിലെ ഭാര്യയായിട്ട് അടിയിട്ട് ഉൾപ്പെടെ മനസ്സിൽ വെച്ചിട്ട് കൊണ്ടുവച്ചാൽ അധികകാലം ആ ബിസിനസ് ഓടിയല്ല. അവർക്ക് കിട്ടുന്നത് ഒരു നെഗറ്റീവാണ്. ഞാൻ എന്ത് തെറ്റ് ചെയ്തു, ഒരു ചായ പിടിക്കാൻ വന്നതാണോ എന്നാണ് അവർ ആലോചിക്കുന്നത്. അവർക്ക് എന്താണെന്ന് അറിയില്ല. അവർക്ക് നമ്മളോടൊരു അകൽച്ച ഉണ്ടാവും, നമ്മുടെ സ്ഥാപനത്തോട് തന്നെ. ചെല്ലു കണ്ടില്ലേ, നമ്മൾ ആ കടയിൽ പിന്നെ പോകും, പച്ചക്കറി ആയിരിക്കും, പലവ്യഞ്ജനമായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരുടെ പോകും നമ്മൾ. എന്നാ ഹാർട്ടിലൂടെ സെൻഡ് ചെയ്യുന്ന ആളുകൾക്ക് സ്നേഹത്തിലേക്ക് പിരികം ഇങ്ങനെ ആവും. കാർട്ടൂണിൽ വരയ്ക്കുമ്പോൾ കണ്ടില്ലയോ, ദേഷ്യമുള്ള കാർട്ടൂൺ സംഭവങ്ങളെ ആംഗ്രി ബേർഡിനെയൊക്കെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വെട്ടുപോലെ വന്നിട്ടാണ് പിരികം, കണ്ടു ഉണ്ട കണ്ണും
ദേഷ്യം കാണിക്കാൻ, ഇങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോൾ ദുഃഖം കാണിക്കാൻ വേണ്ടി ഇങ്ങനെ പിരികം, ഇങ്ങനെ. അപ്പൊ നെഗറ്റീവായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ. ഇങ്ങനെ നിൽക്കുമ്പോൾ സന്തോഷം വരുമ്പോ ഇങ്ങനെ. കഥകളിയിലൊക്കെ ആനന്ദം ഉണ്ടാകുമ്പോ ഇങ്ങനെ ആക്കണം, കണ്ടിട്ടില്ലേ? അല്ലേ? ആനന്ദം ഇങ്ങനെ വഴിഞ്ഞ് ഒഴുകുന്നു എന്ന് കാണിക്കാൻ വേണ്ടിട്ട്. അപ്പം ഈ പിരികമില്ലാതെ നമുക്ക് പ്രാണനെ, നമുക്ക് മറ്റുള്ളവരുടെ പ്രാണനെ നമുക്ക് ചലിപ്പിച്ച് അടി വാങ്ങിക്കാൻ പറ്റും പിരികം കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ പ്രാണനിലൂടെ നമുക്ക് ഗിഫ്റ്റ് കൊണ്ടുതരാൻ, ആനന്ദം ഉണ്ടാക്കാനും ഈ പ്രാണന് കഴിവുണ്ട്, ഈ പുരികത്തിന് കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് കവാടം എന്ന് പറഞ്ഞ, പ്രാണന്റെ കവാടമാണ് ഈ പിരികം, അല്ലേ? ഈ പിരികത്തിലൂടെ, കണ്ണുകളിലൂടെ നമ്മൾ പ്രാണൻ സെൻഡ് ചെയ്യാം, റിസീവ് ചെയ്യാം. അതൊരു കമ്പനി. അപ്പൊ അതിന്റെ ഒരു കവാടം, ഇതിന്റെയൊക്കെ ഈ 3 ഇതിന്റെ എല്ലാം കവാടമായിട്ടാണ് ഈ പിരികം വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഈ ഗൃഹത്തെ ഓരണ ചില്ലിക എന്ന്, ഈ പിരികത്ത് ചില്ലിക എന്നുള്ളതിന് മറ്റൊരർത്ഥം അമരകോശത്തില് ചേഷ്ടയെ കാണിക്കുന്നത് എന്നൊരർത്ഥമുണ്ട്. അപ്പൊ ഈ ചേഷ്ടയെ കാണിക്കുന്നതിന്റെ അർത്ഥം പറയാനങ്ങനെ ചില്ലിക എന്നുള്ള വാക്ക് തന്നെ വശന്യാദിവാഗ് ദേവതകളെ ഉപയോഗിക്കാൻ, അല്ലെ ഋഷി ഉപയോഗിക്കാൻ കാരണം, ഞാൻ കുറച്ചു മുമ്പ് ചേഷ്ട കാണിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലേ? അല്ലെ? നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ട് പ്രാണനെ സെൻഡ് ചെയ്യാൻ പിരികം നമുക്ക് ശക്തിയുണ്ട്. അപ്പൊ അതുകൊണ്ടും കൂടെയാണ് ചില്ലിക എന്നുള്ള വാക്ക് പർപ്പസ്ഫുള്ളി ഉപയോഗിച്ചിരിക്കുന്നത് ഋഷി. ഇത് ഇങ്ങനെ പ്രായോഗികമായി മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത് വെറും ഉപരിപ്ലവമായിട്ടാണ് എല്ലാവരും എടുക്കുന്നത്. അവിടെയാണ് പ്രശ്നം. അല്ല, കാമേശ്വരന്റെ വീടിന്റെ അലങ്കാരം, അത് വളരെ ബാലിശമായിട്ടുള്ള ഒരു വ്യാഖ്യാനമാണ്. നിങ്ങൾ തന്നെ ആലോചിച്ച് മനസ്സിലാവും. അത് അങ്ങനെയല്ല. അത് സാധാരണ ഒരാൾക്ക് അത് ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഉപയോഗിക്കാം, അങ്ങനെയുള്ള അന്നമയത്തിലെ വ്യാഖ്യാനം മാത്രമാണ്. പക്ഷെ ഇവിടെ പ്രാണന്റെ ലെവലില് വളരെ ആഴമുണ്ട്. ഇത് വളരെ ആഴത്തിലാണ് ഋഷി ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലാതെ അത് സാധാരണ ആളിന് എളുപ്പം പിടികിട്ടൂല. യോഗ സങ്കേതങ്ങളെ, പ്രാണന്റെ സഞ്ചാരപഥങ്ങളെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് ഇത് അറിയാനും പറ്റുന്ന അവസരം ഉണ്ടാവും. അതാണ് ഈ വാചകം കൊണ്ട് ഋഷി ഉദ്ദേശിക്കുന്നത് വദന സ്മരമാംഗല്യ. അപ്പൊ ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അകത്തേക്കും പുറത്തേക്കും പ്രാണന്റെ സഞ്ചാരങ്ങളെ ശരിയായി. അപ്പൊ നമ്മുടെ പിരികത്തിന് മാറ്റം ഉണ്ടാവും. നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മൾ പിരികം ഇങ്ങനെ ഇരിക്കും. കണ്ണ് തുറന്ന് മരിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മളിങ്ങനെ വിളിച്ചാണ് മരണം അവർക്ക് ഫീൽ ചെയ്യും. കട്ട നെഗറ്റീവ് ആവും അവർ നമ്മളെ കാണുമ്പോൾ. നമ്മുടെ പ്രാണനെ സക്ക് ചെയ്തെടുക്കാൻ പറ്റും ഒറ്റ നോട്ടത്തിലൂടെ. അപ്പം ഈ പ്രാണനെ ഭയങ്കരമായിട്ട് ഒരാളിലെ ഇല്ലാതാക്കാൻ, പ്രാണനെ ഭയങ്കരമായിട്ട് കൊടുക്കാൻ ഒക്കെ ഈ പുരികക്കൊടി കൊണ്ട് പറ്റും എന്നുള്ളത് കൊണ്ട് ഇനി അടുത്ത നാമം കണ്ണിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഈ കണ്ണിന് ഉള്ളൊരു കവാടമായിട്ട് ഈ നാമത്തിനെ പറയാം. കണ്ണ് അടുത്ത നാമം മീനുകളോട് ഉപമിക്കുന്നുണ്ട്. അപ്പം അതിനു മുമ്പായിട്ടുള്ള ഈ പറയുന്ന കണ്ണുകളെ, പിരികക്കൊടികളെ, ദേവിയുടെ പിരികക്കൊടികൾ ഇത്ര മനോഹരമാണ്. എങ്ങനെ ആനന്ദമയ കോശമാണ് ദേവി, അല്ലെ? ത്രിപുര സുന്ദരി എന്താണെന്ന് പറഞ്ഞു. എന്താണ്? ജാഗ്രത സ്വപ്ന സുഷുപ്തിയില് ആനന്ദം, സുഷുപ്തിയിലും ആനന്ദം സ്ഫുരിപ്പിക്കുന്ന, ആനന്ദം ഉളവാക്കുന്ന ആ മഹാചൈതന്യം സൃഷ്ടിക്ക് കാരണമായിട്ടുള്ള ആനന്ദം, സൃഷ്ടിക്ക് കാരണമാണെന്ന് പറഞ്ഞു, അല്ലെ? സുഖം, ആനന്ദം കിട്ടാനല്ലേ എല്ലാവരും എല്ലാം സൃഷ്ടിക്കുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അല്ലേ? ആ ആനന്ദത്തിന്, സൃഷ്ടിക്ക് കാരണമാകുന്ന ത്രിപുര സുന്ദരിയുടെ 3 പുരങ്ങളിലെ സൗന്ദര്യം ഉള്ളത്, ആനന്ദം ഉളവാക്കുന്നതാണ് നമുക്ക് സൗന്ദര്യം ഉള്ളതായിട്ട് തോന്നുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞു. അപ്പൊ ആ ആനന്ദം ഉളവാക്കുന്ന ആദിപരാശക്തിയുടെ ഈ പറയുന്ന കാര്യങ്ങളെയെല്ലാം, അതായത് ബഹിസ്ഫുരണത്തെ കമാനത്തിലൂടെ, കവാടത്തിലൂടെ നിയന്ത്രിക്കുന്നത്. കവാടം അടച്ചിട്ടാൽ ഈ പ്രാണനകത്തോട്ടും പുറത്തോട്ടും പോവും. ഗേറ്റ് ക്ലോസ് ചെയ്താൽ ഈ പരിപാടി നടക്കത്തില്ല. അപ്പൊ കണ്ണൊക്കെ അടച്ചിരുന്ന് സമാധിയിലേക്ക് പോകുന്ന സമയത്ത് കണ്ണടയ്ക്കും. ഈ ഗേറ്റ് അങ്ങ് പെർമനന്റ്ലി ബന്ദ് ചെയ്യും. എന്നിട്ട് പൂർണ്ണ സമാധിയിലേക്ക്, ഈ ആനന്ദം ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ ആനന്ദം ഉള്ളിലാണെന്ന് മനസ്സിലായി കഴിയുമ്പോഴാണ് ഈ ഗേറ്റ് അങ്ങ് അടയ്ക്കുന്നത്. പിന്നെ അവിടെ കവാടം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് പ്രയോജനം ചെയ്യുന്നില്ല. അപ്പൊ ആ സമാധി വരെ സഹായിക്കുന്നത് പോവാൻ, പ്രാണനെ അകത്തേക്ക് കയറി ബാഹ്യബോധം, ബാഹ്യ പ്രാണൻ ആന്തരിക പ്രാണനുമായിട്ട് യോഗം ചെയ്യുന്ന സമാധി എത്തുന്നത് വരെ ഇതിനാവശ്യമുണ്ട്. ഈ ഗേറ്റിന് ആവശ്യമുണ്ട്. ഗേറ്റ് തുറന്ന് അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഗേറ്റിന്റെ അത്യാവശ്യം ഇല്ല നമുക്ക്.
പിന്നെ പുറത്ത് പോകുന്നില്ലെങ്കിൽ, അല്ലേ? എന്ന് പറഞ്ഞിട്ട് സമാധിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഗേറ്റിന്റെ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ഗേറ്റ് എന്നുള്ള രീതിയിൽ പ്രാണന്റെ അകത്തേക്കും പുറത്തേക്കുമുള്ള ആജ്ഞാചക്രത്തിലൂടെ സഞ്ചാരം, കുണ്ടലിനിയുടെ മാനിഫെസ്റ്റേഷൻ, താലുചക്രത്തിലാണ് ഈ ആനന്ദം ഉണ്ടാവുന്നത്. DNT എന്ന് പറഞ്ഞൊരു ലിക്വിഡ് ഇറങ്ങി വരും, യോഗാമൃതം എന്ന് പറയും. ആ ആന്തരികമായ സ്ത്രീ പുരുഷനും ഒന്നാകുന്ന സമയത്ത് ഈ കാമകല, പ്രാണൻ, ഇച്ഛാശക്തി സുഷുമ്നയിലൂടെ വന്ന് സഹസ്രാരത്തിലെത്തി, എത്തുന്നതിന് മുമ്പ് താലുചക്രത്തിലെത്തി ശിവനും ദേവിയും കൂടെ ഒന്നാകുന്ന അവസ്ഥയില് ബാഹ്യമായിട്ടുള്ള ആജ്ഞാചക്രത്തിലൂടെ എനർജിയും കൂടെ ചേർന്ന് ഒന്നായിക്കൊണ്ട് ആനന്ദത്തെ സ്ഫുരിപ്പിക്കുന്ന സമാധി അവസ്ഥയാണ് പൂർണ്ണമായ ആനന്ദാവസ്ഥ. ഈ ആനന്ദാവസ്ഥയിലേക്ക് ഒരു വ്യക്തി എത്തിച്ചേരാൻ വേണ്ടി പ്രാണൻ പ്രവർത്തിക്കുന്നതിൻ്റെ കമാനമായി, കവാടമായി ദേവിയുടെ പുരികക്കൊടികൾ പ്രവർത്തിക്കുന്നു, സിഗ്നൽ കൊടുക്കുകയും, അല്ലെ? പ്രണയം വരുമ്പോൾ എങ്ങനെ ആളുകൾക്ക് പുരികത്തിലൂടെ ഇങ്ങനെ പുരികത്തെ എഫക്റ്റീവായിട്ട് പ്രണയിക്കുന്ന ആളുകൾ ഉപയോഗിക്കാറുണ്ട്, അല്ലെ? ശരിയല്ലേ? അവളുടെ പുരികക്കൊടികളിൽ തൂങ്ങിയാടുന്ന ഒരു പാവയാണ് ഞാൻ എന്നൊരു കവി എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പിരികം എന്ന് പറയുന്നതിന് ഭയങ്കര കഥകളി, നിങ്ങളൊന്ന് കഥകളി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കര എഫക്റ്റീവായിട്ട് അവര് ഈ പിരികം കൊണ്ട് എന്തെല്ലാം ഭാവങ്ങൾ, നവരസങ്ങൾ അവര് കാണിക്കാറുണ്ട്, അല്ലേ? ലാസ്യം, അല്ലേ? ഓരോന്നും എനിക്കറിയത്തില്ല, ഞാൻ കഥകളി പഠിച്ചിട്ടില്ല. അപ്പം ഗംഭീര ഭയാനകം എന്ന് പറയുമ്പോഴൊക്കെ ഈ പിരികം ഭയങ്കരമായിട്ട് അവരുപയോഗിക്കുന്നതായിട്ട് കാണും. പിരികമില്ലാതെ കമ്മ്യൂണിക്കേഷൻ വളരെ വലിയ പാടാണ്. അപ്പൊ അതുകൊണ്ട് ഈ പിരികത്തിലൂടെ ഈ പറഞ്ഞ രസനിഷ്പത്തിയെ കുറിച്ച് അഭിനവഗുപ്ത ആചാര്യൻ പറയുന്നുണ്ട്. ത്രിപുടിമുടിയ എന്ന് പറയുന്നുണ്ട്. കലാകാരനും കലയും കല ആസ്വദിക്കുന്ന ആളും ഒന്നു ചേരുന്ന അവസ്ഥയിൽ സർവം മറന്ന് സമാധി അവസ്ഥയിലേക്ക് മൂന്നുപേരും എത്തുന്ന എല്ലാവരും എത്തുന്ന ഒരവസ്ഥ. ആ സമാധി അവസ്ഥയിൽ നിൽക്കുമ്പോൾ അവിടെ സെപ്പറേഷൻ ഇല്ല, കലാകാരനുമില്ല, കലയുമില്ല, അത് ആസ്വദിക്കുന്ന ആളുമില്ല. ആ ഒരവസ്ഥയിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഈ കലാകാരന്മാർ ഇത്രയും കലയിൽ അഡിക്റ്റഡ് ആയിട്ട് പോകുന്നത്. കല ആസ്വദിക്കുന്നവരും അഡിക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. ചില കഥകളി കാണുന്ന ഭയങ്കര, ചില പാട്ട് ഭയങ്കര അഡിക്ഷനാണ്. അവരാ സമയം ത്രിപുടി മുടിയുന്ന അവസ്ഥയിൽ ഈ സമാധി അവസ്ഥ പ്രാപിക്കുന്നുണ്ട്. അപ്പൊ കലാകാരന്മാർക്കും ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അങ്ങനെ എല്ലാ രീതിയിലും ഈ പിരികക്കൊടി ഒരു കവാടമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് വദന സ്മരമാംഗല്യ ഗൃഹതോരണ ചില്ലിക എന്ന ദേവിയുടെ പുരികക്കൊടിയെ ഋഷി വർണ്ണിക്കുന്നു. അത്രയും ആനന്ദം സ്ഫുരിപ്പിക്കാൻ കഴിവുള്ള മറ്റൊരു സംഗതിയും ഈ ലോകത്തില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എങ്ങനെ നോക്കിയാലും നമുക്കതറിയാം. പ്രണയത്തെക്കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ കലയെക്കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ പ്രാണന്റെ സഞ്ചാരഗതികളെ കുറിച്ച് പറഞ്ഞു, ആനന്ദത്തിലേക്ക്, സമാധിയിലേക്ക് ആജ്ഞാചക്രത്തിലൂടെ വരുന്ന ദേവതകളുടെ ദേവഗൃഹങ്ങളുടെ നല്ല ദേവതകളുടെ വൈബ്രേഷണൽ ഫീൽഡുകൾ, ഗൃഹങ്ങൾ നമ്മളെ ആനന്ദ സമാധിയിലേക്ക് എത്തിക്കും. പ്രത്യേകിച്ച് ദേവി ഉപാസനയിലൂടെ ദേവിയുടെ വൈബ്രേഷണൽ ഫീൽഡ്, ഭദ്രകാളി, ചോറ്റാനഗ്രഹം എന്നൊക്കെ പറഞ്ഞ ദേവതകളുടെ വൈബ്രേഷണൽ ഫീൽഡ് നമ്മളെ സമാധിയിലെ ആനന്ദത്തിലേക്ക് എത്തിക്കുന്നത് കൊണ്ട്, കാമേശ്വരന്റെ അല്ലെങ്കിൽ കാമകലയുടെ പൂർണ്ണത അവിടെ വരുന്നത് കൊണ്ട് വദന സ്മരമാംഗല്യ ഗൃഹതോരണ ചില്ലിക എന്ന ദേവിക്ക് നാമം. ശ്രീമാത്രേ നമ. ദേവിയുടെ എല്ലാ ഐശ്വര്യ അനുഗ്രഹങ്ങളും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ശ്രീമാത്രേ നമ. ഒരു നിമിഷം എല്ലാവർക്കും, ഇന്നിവിടെ പേരുന്ന ആൾ വിട്ടിട്ടുള്ള എല്ലാ ഉപാസകർക്കും, എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിലെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. അവരുടെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും ദുരിതങ്ങളും മാറി ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ഒരു നിമിഷം. ശ്രീമാത്രേ നമ. ഐരാരോഗ്യ സൗഖ്യം, ഐരാരോഗ്യ സൗഖ്യം. വന്ദേ ഗുരുപരമ്പര. ഓം ശ്രീ ലളിതാംബ ഗുരുപാദകം പൂജയാമി ദർപ്പയാമി. ഓം അസ്യ ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്ര മഹാമന്ത്രസ്യ വശിന്യാദിവാഗ്ദേവതാ ഋഷയഃ അനുഷ്ഠുപ് ഛന്ദഃ. ശ്രീ ലളിതാ പരമേശ്വരീ ദേവതാ ശ്രീമദ് ഭാർഗവ കൂടേതി ബീജം മധ്യ കൂടേതി ശക്തി ശക്തി കൂടേതി കീലകം മൂല പ്രകൃതി രീതി ധ്യാനം. ശ്രീ ലളിതാ മഹാത്രിപുര സുന്ദരി പ്രസാദ സിദ്ധി ദ്വാരാ സകല ചിന്തിത ഫല പ്രാപ്യത്തെ ജപേ വിനിയോഗഃ.
സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്ഫുരത്താരാ നായകശേഖരാം സ്മിതമുഖീം മാപീനവക്ഷോരുകാം പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോത്പലം വിപ്രതിം സൗമ്യാം രത്നകടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാം ധ്യായേത് പദ്മാസനസ്താം വികസിതവദനാം പദ്മപത്രായതാക്ഷിം ഹേമാപാം പീതവസ്ത്രാം കരകലിതലസത് ഹേമപദ്മാംബരാംഗി സർവാലങ്കാരയുക്താം സതതമഭയതാം ഭക്തനമ്രാം ഭവാനിം ശ്രീവിദ്യാശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പത്പ്രദാത്രീം സഗുങ്കുമവിലേപനാമാളികചുംബികസ്തൂരികാം സമന്തകസിതേക്ഷണാം ശശരചാപപാശാങ്കുശാം അശേഷജനമോഹിനീമരുണമാല്യഭൂഷോജ്വലാം ജപാകുസുമപാസുരാം ജപവിതോ സ്മരേതംബികാം അരുണാം കരുണാതരംഗിതാക്ഷീം ധൃതപാശാങ്കുശപുഷ്പബാണചാപാം അണിമാതിവിരാവൃതാം മയൂഖൈരഹമിത്യേവ വിഭാവയേം ഭവാനിം. ഓം ശ്രീ മഹാദേവീ നമഃ. ഓം ശ്രീ മാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യസമുദ്യത ഉദ്യദ്ഭാനുസഹസ്രാഭ ചതുർബാഹു സമന്വിത രാഗസ്വരൂപ പാഷാഢ്യ ക്രോധാകാരാകുശോജ്വല മനോരൂപേഷു കോദണ്ഡ പഞ്ചതന്മാത്ര സായക നിചാരൂണ പ്രഭാപൂര മഞ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല ചമ്പകാശോക പുണ്യാക സൗഗന്ധികലസൽഖജ ഗുരുവിന്ദമണിശ്രേണി കനത്കോടീരമണ്ഡിത അഷ്ടമി ചന്ദ്ര വിഭ്രാജ ദളികസ്ഥല ശോഭിത മുഖചന്ദ്ര കളകാപ മൃഗനാഭി വിശേഷക വതന സ്മര മാംഗല്യ ഗ്രഹതോരണ ചില്ലിക വത്രലക്ഷ്മി പരിവാഹ ചലൻ മീനാപലോചന നഭചമ്പക പുഷ്പാപനാസാ ദണ്ഡ വിരാജിത താരാകാന്തി തിരസ്കാരി നാസാഭരണപാസുര കദംബ മഞ്ജരി ക്ലിപ്ത കർണപൂര മനോഹര താടങ്കയുഗളീഭൂത തപനോടുപമണ്ഡല പത്മരാശിലാദർശ പരിഭാവി കപോലഭുഃ നഭവിന്ദ്രുമ ബിംബശ്രീ ന്യഗ്ധാരി രതനച്ഛദ ശുദ്ധ വിദ്യാങ്കുരാകാര തുജ ഭക്തിത്വയോജ്വല കർപ്പൂര വീടി കാമോദ സമാകർഷതികന്ധര നിജ സല്ലാപ മാധുര്യ വിനിർവക്സിത കച്ചപി മന്ദസ്മിത പ്രഭാപൂര മഞ്ജത് കാമേശ മാനസ അനാകലിത സാദൃശ്യ ചുബുക ശ്രീ വിരാജിത കാമേശ ബന്ധ മാംഗല്യ ശ്രോത്ര ശോഭിത ഖന്ധര കനകാംഗത കേയൂര കമനീയ ഭുജാനിത രത്നഗ്രൈവേയ ചിന്താകലോല മുക്താഫലന്നിത കാമേശ്വര പ്രേമ രത്നമണി പ്രതിപണസ്തനി നഭ്യാല ബാലരോമാളി ലതാ ഫലകുജദ്വയീ ലക്ഷ്യരോമ ലതാധാരത സമുന്നേയ മധ്യമ സ്തനദ്ഭാരതളൻ മധ്യബണ്ഡബന്ധവലിത്രയ അരുണാരുണ കൗസ്തുംഭ വസ്ത്രവാസത്കടീതടീ രത്നകിങ്കിണി കാരമ്യ രചനാധാമഭൂഷിത കാമേശജ്ഞാന സൗഭാഗ്യ മാർദ്ദവേരുദ്വയാനിത മാണിക്യമകുടാകാര ജാനുദ്വയ വിരാജിത ഇന്ദ്രകോപ പരിഷിപ്ത സ്മരാതുണ ഭജംഗിക ഗൂഢഗുൽഫാ കൂർമ്മ പൃഷ്ട ചൈഷ്ണു പ്രപധാനിത നഗദീതി സഞ്ജന്ന നാമജനതമോ ഗുണ പദദ്വയ പ്രഭാജാല പരാകൃത സരോരുഹ സിഞ്ചാന മണിമഞ്ജീര മണ്ഡിത ശ്രീപദാംബുജ മരാളി മന്ദഗമന മഹാലാവണ്യ ചേവതി സർവാരുണാനവദ്യാംഗി സർവാഭരണഭൂഷിത ശിവകാമേശ്വരാംഗസ്ഥ ശിവസോദീന വല്ലഭ സുമേരു മധ്യശൃംഗസ്ഥ ശ്രീമൻ നഗരനായിക ചിന്താമണി ഗ്രഹന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത മഹാപത്മാടവി സംസ്ഥ കദംബ വനവാസിനി സുധാസാഗര മധ്യസ്ഥ കാമാക്ഷി കാമദായിനി ദേവർഷിഗണ സംഘാത സ്തൂയമാനാത്മ ഭൈഭവ ഭണ്ഡാസുരവധോദുക്ത ശക്തി സേനാ സമന്വിത സമ്പത്കരി സമാരൂഢ സിന്ദൂര വജ്രസേവിത അശ്വരൂഢാധിഷ്ഠിത അശ്വകോടി കോടി വിരാവൃത ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത ഗയചക്രരഥാരൂഢ ദണ്ഡനാഥാ പരിസേവിത ഹിരിചക്രരഥാരൂഢ ദണ്ഡനാഥാ പുരസ്കൃത ജ്വാലാമാലിനി കാക്ഷിപ്ത വന്യപ്രകാരമധ്യക
ഭണ്ഡാ സൈന്യവതോ ദുഗ്ധ ശക്തി വിക്രമകർഷിത നിത്യാപരാക്രമ ഡോപ നിരീക്ഷണ സമുത്സക ഭണ്ഡാപുത്രവതോ ദുഗ്ധ ബാല വിക്രമനന്ദിത മന്ത്രിണ്യംബ വിരചിത വിശംഖവതോഷിത വിശുക്ര പ്രാണഹരണ വാരാഗി വീര്യനന്ദിത കാമേശ്വര മുഖലോക കൽപ്പിത ശ്രീ ഗണേശ്വര മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രകർഷിത ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യസ്ത്രവർഷിണി കരാങ്കുലീന നഗോൽപ്പന്ന നാരായണ ദശാങ്കൃതി മഹാപാശുപതാസ്ത്രാഗ്നി നിർദഗ്ധ സുരസൈനിക കാമേശ്വരാസ്ത്ര നിർദഗ്ധ സഭണ്ഡാസുരശൂന്യക ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദിദേവ സംസ്തുത വൈഭവ ഹരനേത്രാഗ്നി സംദഗ്ധ കാമ സഞ്ജീവനൌഷധി ശ്രീമദ് ഭഗവ കൂടൈക സ്വരൂപ മുഖപങ്കജ കണ്ഠാത കടിപര്യന്ത മധ്യകൂടസ്വരൂപിണി ശക്തി കൂടൈക താപന്ന കഠ്യദോഭാഗധാരിണി മൂലമന്ത്രാത്മിക മൂലകൂടത്ര കളേംബര കുളാമൃതൈക രസിക കുളസങ്കേതപാലിനി കുളാംഘന കുളാംഗസ്ഥ കുള കൗളിനി കുളയോഗിനി അകുളാ സമയാന്തസ്ഥ സമയാചര തൽപര മൂലാധാരൈക നിലയ ബ്രഹ്മഗ്രന്ഥി വിവേദിനി മണിപൂരാന്ത രുചിത വിഷ്ണു ഗ്രന്ഥി വിവേദിനി ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി വിവേദിനി സഹസ്രാരാംബുജാരൂഢ സുധാ സാരാഭിവർഷിണി തടില്ലത സമരുചിച്ചക്രോപരി സംസ്ഥിത മഹാശക്തി കുണ്ടലിനി വിസതന്തുതനീയസി ഭവാനി ഭാവനാഗമ്യ ഭവാരണ്യ കുടാരിക ഭദ്രപ്രിയ ഭക്തമൂർത്തിർഭക്ത സൗഭാഗ്യദായിനി ഭക്തിപ്രിയ ഭക്തിഗമ്യ ഭക്തിവശ്യാപയാപഹ ശാംഭവി ശാരദാരാധ്യ ശർമാണി ശർമ്മദായിനി ശാങ്കരി ശ്രീകരി സ്വാതി ശരചന്ദ്ര നിഭാനന സാദോദരി ശാന്തിമതി നിരാധാര നിരഞ്ജന നിർലേപ നിർമ്മല നിത്യ നിരാകാര നിരാകുല നിർഗുണ നിഷ്കള ശാന്ത നിഷ്കാമ നിരുപ്ലവ നിത്യമുക്ത നിർവികാര നിഷ്പ്രപഞ്ച നിരാശ്രയ നിത്യശുദ്ധ നിത്യബുദ്ധ നിരവന്ധ്യ നിരന്തര നിഷ്കാരണ നിഷ്കളങ്ക നിരൂപാതിർ നിരീശ്വര നിരാകാരാഗമതന നിർമ്മത മതനാശിനി നിശിന്ത നിരഹങ്കാര നിർമോഹ മോഹനാശിനി നിർമ്മമാ മമതാഹന്ത്രി നിഷ്പാപ പാവനാശിനി നിഷ്ക്രോധ ക്രോധശമനി നിർലോഭ ലോഭനാശിനി നിശംശയ സംശയാഗ്നി നിർഭവ ഭവനാശിനി നിർവികൽപ നിരാവാദ നിർവേദ വേദനാശിനി നിർനാശ മൃത്യുമദനി നിഷ്ക്രിയ നിഷ്പരിഗ്രഹ നിസ്തൂല നീലചിഗുര നിരാപായ നിരത്യയ ദുർലഭ ദുർഗമ ദുഃഖ ദുഃഖഹന്ത്രി സുഖപ്രദ ദുഷ്ടാദുരാ ദുരാചാര ശമനി ദോഷവർജിത സർവജ്ഞ സാന്ദ്രകരണ സമാനാധികവർജിത സർവശക്തിമയീ സർവമംഗള സത്കൃതിപ്രദ സർവേശ്വരി സർവമയീ സർവമന്ത്രസ്വരൂപിണി സർവയന്ത്രാത്മിക സർവതന്ത്രരൂപ മനോന്മണി മാഹേശ്വരി മഹാദേവി മഹാലക്ഷ്മി മൃഡപ്രിയ മഹാരൂപ മഹാപൂജ്യ മഹാപാതകനാശിനി മഹാമായ മഹാസത്വ മഹാശക്തിർ മഹാരഥി മഹാഭോഗ മഹൈശ്വര്യ മഹാവീര്യ മഹാബല മഹാബുദ്ധിർ മഹാസിദ്ധിർ മഹായോഗേശ്വരേശ്വരി മഹാതന്ത്ര മഹാമന്ത്ര മഹായന്ത്ര മഹാസന മഹായാഗ ക്രമാരാധ്യ മഹാവൈഭവ ഭൈരവപൂജിത മഹേശ്വര മഹാകൽപ മഹാതാണ്ഡവ സാക്ഷിണി മഹാകാമേശ മഹിഷി മഹാത്രിപുരസുന്ദരി ചതുഷ്ഷഷ്ടി ഉപചാരാഢ്യ ചതുഷ്ഷഷ്ടി കലാമയീ മഹാചതുഷ്ഷഷ്ടി കോടി യോഗിനി ഗണസേവിത മനുവിദ്യ ചന്ദ്രവിദ്യ ചന്ദ്രമണ്ഡലമധ്യക ചാരുരൂപ ചാരുകാസ ചാരുചന്ദ്രകലാതര ചരാചര ജഗന്നാഥ ചക്രരാജനികേതന പാർവതി പത്മനയന പത്മരാഗ സമപ്രഭ പഞ്ചപ്രേതാസന സീന പഞ്ചബ്രഹ്മസ്വരൂപിണി ചിന്മയീ പരമാനന്ദ വിജ്ഞാനകനരൂപിണി ധ്യാനധ്യാതൃദേയരൂപ ധർമാധർമ്മ വിവർജിത വിശ്വരൂപ ജാഗരിണി സ്വപത്നി തൈജസാത്മിക സുത്ത പ്രജ്ഞാത്മിക തുര്യ സർവാവസ്ഥാ വിവർജിത സൃഷ്ടികർत्री ബ്രഹ്മരൂപ ഗോത്രീ ഗോവിന്ദരൂപിണി സംഹാരിണി രുദ്രരൂപ തിരോധാനകരേശ്വരി സദാശിവാനുഗ്രഹത പഞ്ചകൃത്യപരായണ ഭാനുമണ്ഡല മധ്യസ്ഥ ഭൈരവി ഭാഗമാലിനി പത്മാസന ഭഗവതി പത്മനാഭ സഹോദരി
ഉന്മേഷ നിമിഷോത്പന്ന വിപന്ന ഭുവനാവലിഃ സഹസ്രശീർഷവദന സഹസ്രാക്ഷി സഹസ്രപാദ് ആ ബ്രഹ്മ കീട ജനനി വർണ്ണാശ്രമവിദായിനി നിജാജ്ഞാന രൂപ നിഗമ പുണ്യ പുണ്യഫലപ്രദ ശ്രുതി സീമന്ത സിന്ദൂര കൃത പാദാംബുജതൂളിക സകലാഗമ സന്തോക ശുക്തി സംഭൂഢമൗതിക പുരുഷാർത്ഥപ്രദ പൂർണ ഭോഗിനി ഭുവനേശ്വരി അംബികാനാദിനിധന ഹരിബ്രഹ്മേന്ദ്രസേവിത നാരായണീ നാദരൂപ നാമരൂപ വിവർജിത ഹ്രീംഘാരി ഹ്രീമതി കൃത്യ കേയോപദേയവർജിത രാജരാജാർച്ചിത രാജ്ഞി രമ്യ രാജീവലോചന രഞ്ജനീ രമണീരസ്യ രണകിങ്കണി മേഖല രാമ രാഗേന്ദുവദന രതിരൂപ രതിപ്രിയ രക്ഷാകരി രക്ഷസാഗ്നി രാമ രമണലംബട കാമ്യ കാമകലാരൂപ കദംബ കുസുമപ്രിയ കല്യാണി ജഗദീകാന്ത കരുണാരസസാഗര കലാവതി കലാലാപ കാന്ത കാദംബരിപ്രിയ വരദ വാമനയന വാരുണീ മതവിഹ്വല വിശ്വാദിക വേദവേദ്യ വിന്ധ്യാചല നിവാസിനി വിധാത്രി വേദജനനി വിഷ്ണുമായ വിലാസിനി ക്ഷേത്രസ്വരൂപ ക്ഷേത്രേക്ഷി ക്ഷേത്രജ്ഞപാലിനി ക്ഷയാവൃത്തി വിനിർമുക്ത ക്ഷേത്രപാല സമർച്ചിത വിജയ വിമല വന്ദ്യ വന്ദാരുജനവത്സല വാഗ്വാദിനി വാമകേശി വന്യമണ്ഡലവാസിനി ഭക്തിമത് കൽപ്പലതിക പാശുപാശ വിമോചിനി സംഹൃത ശേഷപാഷാണ്ഡ സദാചാര പ്രവർത്തിക താപത്രയഗ്നി സംദഗ്ധ സമാഹ്ലാദന ചന്ദ്രിക തരുണീ താപസാരാധ്യ താനുമധ്യാതമോപഹ ചിതിസ്തൽപത ലക്ഷ്യാർത്ഥ ചിദേകരസരൂപിണി സ്വാത്മാനന്ദ ലഭീഭൂത ബ്രഹ്മാദ്യാനന്ദ സന്തതിഃ പരാപ്രത്യക്ഷിതീരൂപ പശ്യന്തി പരദേവതാം മധ്യമാ വൈഖരീരൂപ ഭക്തമാനസഹംസിക കാമേശ്വര പ്രാണനാഡീ കൃതജ്ഞ കാമപൂജിത ശൃംഗാരരസ സമ്പൂർണ ജായ ജലന്ധരസ്ഥിത ഒഡ്യാണ പീഠനിലയ ബിന്ദുമണ്ഡലവാസിനി രഘോയാഗ ക്രമാരാധ്യ രഹസ്തർപ്പണദർപ്പിത സത്യപ്രസാദിനി വിശ്വസാക്ഷിണി സാക്ഷിവർജിത ഷഡംഗദേവതായുക്ത ഷഡ്ഗുണ്യ പരിപൂരിത നിത്യാക്ലിന്ന നിരൂപമാ നിർവാണ സുഖദായിനി നിത്യാക്ഷോഡശിഖാരൂപ ശ്രീകണ്ഠാർദ്ധ ശരീരിണി പ്രഭാവതി പ്രഭാരൂപ പ്രസിദ്ധ പരമേശ്വരി മൂലപ്രകൃതി വ്യക്തസ്വരൂപിണി വ്യാപിനി വിവിധാകാര വിദ്യാസ്വരൂപിണി മഹാകാമേശ നയന കുമുദാഹ്ലാദ കൗമുദി ഭക്തകർത്തമോപേത ഭാനുമദ്ഭാനുസന്തതിഃ ശിവദൂതി ശിവാരാധ്യ ശിവമൂർത്തി ശിവങ്കരി ശിവപ്രിയ ശിവപരാ ശിഷ്ടേഷ ശിഷ്ടപൂജിത അപ്രമേയ സ്വപ്രകാശ മനോവാച മഹോച്ചരാ ചിച്ചക്തി ചേതനാരൂപ ജഡാശക്തിർജഡാത്മിക ഗായത്രി വ്യാകൃതി സന്ധ്യ ദ്വിജവൃന്ദ നിഷേവിത തത്വാസന തത്വമയീ പഞ്ചകോശാന്തരസ്ഥിത നിസീമ മഹിമ നിത്യ യൗവന മതശാലിനി മതപൂർണിത രക്താക്ഷി മതപാടലഗണ്ഡഭു ചന്ദനദ്രവദിത്യാംഗി ചാമ്പേയ കുസുമപ്രിയ കുശല കോമളാകാര കുരുകുല്ലാകുലേശ്വരി കുളകുണ്ടാലയ കൗളമാർഗ തൽപരസേവിത കുമാരനാഥ ഗണാംബ തുഷ്ടി പുഷ്ടിർമതീധൃതിഃ ശാന്തിശ്വസ്തിമതി കാന്തിർനന്ദിനി വിഘ്നനാശിനി തേജോവതി ത്രിനയന ജോലാക്ഷി കാമരൂപിണി മാലിനി ഹംസിനി മാതാ മലയാചല നിവാസിനി സുമുഖി നളിനി ശുഭ്രോ ശോഭനാശുരനായിക കാളകണ്ഠി കാന്തിമതി ശോഭിണി സൂക്ഷ്മരൂപിണി വജ്രേശ്വരി വാമദേവി വയോവസ്ഥാ വിവർജിത സിദ്ധേശ്വരി സിദ്ധവിദ്യ സിദ്ധമാതാ യശസ്വിനി വിശുദ്ധി ചക്ര നിലയ രക്തവർണ ത്രിലോചന ഖഡ്വാംഗാദി പ്രകരണ വദനൈക സമന്വിത പയസാന പ്രിയ തൊക്കോസ്ഥ പാശുലോകാവശങ്കരി അമൃതാദി മഹാശക്തി സംവൃത ഡാഗിനീശ്വരി അനഹാംബച നിലയ ശ്യാമാഭ വദനദ്വയ ദംഷ്ടോജ്വല ക്ഷമലാദിതര
രുതിര സംസ്ഥിതാം കാളരാത്ര്യാദിശബ്ദൗകവൃന്ദ സിദ്ധൗതനപ്രിയ മഹാവീരേന്ദ്ര വരദാ വാരാകിണ്യംബ സ്വരൂപിണി മണിപൂരാംബച നിലയാ വദനത്രയ സംയുക്ത വജ്രാധികായുധോപേതാഢമര്യാദി വിരാവൃത രക്തവർണാ മാംസനിഷ്ഠ ഗൂഢാന പ്രീതമാനസ സമസ്ത ഭക്ത ശുഭദാ ലാകിണ്യംബ സ്വരൂപിണി സ്വാദിഷ്ഠാനാംബുജഗദാ ചതുർവത്ര മനോഹര ശൂലാധ്യായുധ സമ്പന്ന പ്രീതവർണാദിഗർഭിത മേധോനിഷ്ഠ മധുപ്രീത ബന്ധിന്യാദി സമന്വിത ദത്തിന്യശക്ത ഹൃദയ കാകിനി രൂപധാരിണി മൂലാധാരാംബുജാരൂഢ പഞ്ചവത്രാസ്തി സംസ്ഥിത അങ്കുശാദി പ്രകരണ വരദാതി നിഷേവിത മുക്തൗതന ശക്തചിത്ത സാകിണ്യംബ സ്വരൂപിണി ആജ്ഞാചക്രാംബച നിലയ ശുക്ലവർണാക്ഷടാനന മജ്ജാ സംസ്ഥാ കംസവതി മുഖ്യശക്തി സമന്വിത പരിത്രാണൈക രസിക കാകിനി രൂപധാരിണി സഹസ്രദള പദ്മാസ്ത സർവവർണോപശോഭിത സർവായുധാധാര ശുക്ല സംസ്ഥിത സർവതോമുഖി സർവൗദന പ്രീത ചിത്ത യാകിണ്യംബ സ്വരൂപിണി സ്വഹ സ്വദാ മതിർമേധ ശ്രുതി സ്മൃതിരനുത്തമ പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യശ്രവണ കീർത്തന പുലോമർച്ചിത ബന്ധമോചനി ബർബരാളക വിമർശരൂപിണി വിദ്യാ വിയദാതി ജഗത്പ്രസുഹു സർവവ്യാധി പ്രശമനി സർവമൃത്യുനിവാരിണി അഗ്രഗണ്യ ചിന്ത്യരൂപ കലികന്മഷനാശിനി കാർത്യായനി കാലകന്ത്രേ കമലാശ നിഷേവിത താംബൂലപൂരിതമുഖി ദാഡിമീ കുസുമപ്രഭ മൃഗാക്ഷി മോഹിനി മുഖ്യ മൃഡാനി മിത്രരൂപിണി നിത്യതൃപ്ത ഭക്തനിധിർനിയന്ത്രൈ നിഖിലേശ്വരി മൈത്രയാദിവാസന ലഭ്യ മഹാപ്രളയ സാക്ഷിണി പരാശക്തി പരാനിഷ്ഠ പ്രജ്ഞാനകനരൂപിണി മാധ്വീപാല ലസാമത്ത മാതൃകാവർണരൂപിണി മഹാകൈലാസ നിലയ മൃണാള മൃദുതോർലത മഹനീയ ദയാമൂർത്തിർ മഹാസാമ്രാജ്യ ശാലിനി ആത്മവിദ്യ മഹാവിദ്യ ശ്രീവിദ്യ കാമസേവിത ശ്രീസോഡസാക്ഷരി വിദ്യ ത്രികൂട കാമകോടിക കടാക്ഷ കിങ്കരി ഭൂത കമല കോടിസേവിത സ്ഥിരസ്ഥിത ചന്ദ്രനിഭ ബലസ്തേന്ദ്രുധനുപ്രഭ ഹൃദയസ്ഥ രവിപ്രഖ്യ ത്രികോണാന്തരദീപിക ദാക്ഷായണി ദൈത്യഹന്ത്രേ ദക്ഷയജ്ഞ വിനാശിനി ധരാന്തോളിത ദീർഘാക്ഷി ധരകാസോജ്വലാൻമുഖി ഗുരുമൂർത്തിർ ഗുണനിധിർ ഗോമാതാ ഗുഹ ജന്മഭുഗു ദേവേശി ദണ്ഡനീതിസ്ഥാദകരാകാശരൂപിണി പ്രതിപന്മുഖ്യ രഹന്ത തിഥി മണ്ഡല പൂജിത കലാത്മിക കലാനാഥ കാവ്യാലാപ വിനോദിനി സജാമ രാമവാണി സവ്യ ദക്ഷിണ സേവിത ആദിശക്തി രമേയാത്മാ പരമാ പാവനാകൃതി അനേക കോടി ബ്രഹ്മാണ്ഡ ജനനി ദിവ്യ വിഗ്രഹ ക്ലിംകാരി കേവല ഗുഹ്യ കൈവല്യ പദദായിനി ത്രിപുരാ ത്രിജഗദ്വന്ദ്യ ത്രിമൂർത്തിസ്തൃതേശ്വരി ദക്ഷരി ദിവ്യകന്താഢ്യ സിന്ദൂര തിലകാഞ്ചിത ഉമാ ശൈലേന്ദ്രതനയ ഗൗരി ഗന്ധർവ സേവിത വിശ്വഗർഭ സ്വർണഗർഭ വരദ വാഗദീശ്വരി ധ്യാനഗമ്യ പരിച്ഛേദ്യ ജ്ഞാനദ ജ്ഞാന വിഗ്രഹ സർവവേദാന്ത സംവേദ്യ സത്യാനന്ദ സ്വരൂപിണി ലോലാമുദ്രാർച്ചിത ലീലാക്ലിപ്ത ബ്രഹ്മാണ്ഡ മണ്ഡല അദൃശ്യ ദൃശ്യരഹിത വിജ്ഞാത്രി വേദവർജിത യോഗിനി യോഗദാ യോഗ്യ യോഗാനന്ദ യുഗന്ധര ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി സർവാധാര സുപ്രതിഷ്ഠ സദാ സാന്ദ്രൂപധാരിണി അഷ്ടമൂർത്തി രജാ ജൈത്രി ലോകയാത്രാവിദായിനി ഏകാകിനി ഭൂമരൂപ ദർദ്യോദ്വന്ദ്വർജിത അന്നദാ വസുധ വൃന്ദ ബ്രഹ്മാത്മൈക്യ സ്വരൂപിണി ബൃഹതി ബ്രഹ്മാണി ബ്രഹ്മി ബ്രഹ്മാനന്ദാവലിപ്രിയ ഭാക്ഷാരൂപ ബൃഹത്സേന ഭാവാ ഭാവവിവർജിത ശുകാരാധ്യ ശുഭകരി ശോഭനാ ശുലഭാഗതി രാജരാജേശ്വരി രാജ്യദായിനി രാജ്യവല്ലഭാം രാജകൃപ രാജപീഠ നിവേശിതഞ്ചാശ്രിത രാജലക്ഷ്മി കോശനാഥ ചതുരംഗവലേശ്വരി സാമ്രാജ്യദായിനി സത്യസന്ധ സാഗരമേഖല ദീക്ഷിത ദൈത്യശമനി സർവലോകാവശങ്കരി സർവാർത്ഥദാത്രി സാവിത്രി സച്ചിദാനന്ദരൂപിണി ദേശകാല പരിച്ഛിന്ന സർവാംഗ സർവമോഹിനി
സരസ്വതി ശാസ്ത്രമയീ ഗുഹാംബ ഗുഹ്യരൂപിണി സർവോപാധി വിനിർമുക്ത സദാശിവപതിവ്രത സാമ്പ്രദായേശ്വരി സ്വാതി കുരുമണ്ഡലരൂപിണി കുലോത്തീർണ ബഹാരാധ്യ മായാ മധുമതീമഹി ഗണാംബ ഗുഹ്യകാരാധ്യ കോമളാംഗി കുരുപ്രിയ സ്വതന്ത്ര സർവതന്ത്രേശി ദക്ഷിണാമൂർത്തിരൂപിണി സനകാദി സമാരാധ്യ ശിവജ്ഞാനപ്രദായിനി ചിത്കലാനന്ദ കലികാ പ്രേമരൂപ പ്രിയങ്കരി നാമപാരായണ പ്രീത നന്ദി വിദ്യാ നടേശ്വരി വിദ്യാ ജഗദാധിഷ്ഠാന മുക്തിദ മുക്തിരൂപിണി ലാസ്യപ്രിയ ലയകരി ലജ്ജാരംപാതിവന്ദിത ഭവതാ വസുധ വൃഷ്ടി പവാരണ്യതവാനല ദൗർഭാഗ്യതുല വതുല ജരതന്തര വിപ്രഭ ഭാഗ്യലബ്ധി ചന്ദ്രിക ഭക്തചിന്ത കേകീകനാകന രോഗപർവത ദാംബോളിർ മുത്തുദാരു കുടാരിക മഹേശ്വരി മഹാകാളി മഹാഗ്രാസ മഹാസന അപർണ ചണ്ഡിക ചണ്ഡമുണ്ട സുരനിഷൂദിനി ക്ഷരാക്ഷരാത്മിക സർവലോകേശി വിശ്വധാരിണി ത്രിവർഗദാത്രി സുഭഗാത്രയംബക ത്രിഗുണാത്മിക സ്വർഗാപവർഗത ശുദ്ധ ജപ പുഷ്പാനിവാകൃതി ഓജോവതി ദുദിതര യജ്ഞരൂപ പ്രിയംവ്രത ദുരാരാധ്യ ദുരാദർശ പാടലി കുസുമപ്രിയ മഹതി മേരുനിലയ മന്ദാര കുസുമപ്രിയ വിരാരാധ്യ വിരാരൂപ വിരജ വിശ്വതോമുഖി പ്രത്യഗ്രൂപ പരാകാശ പ്രാണത പ്രാണരൂപിണി മാർത്താണ്ഡ വൈരവാരാധ്യ മന്ത്രിണ്യസ്ത്യ രാജദുഹു ത്രിപുരേശി ജയസ്തേന നൃസ്ത്രൈകുണ്യ പരാപര സത്യജ്ഞാനാനന്ദരൂപ സമ്മര്യസ്യ പരായണ കവർത്തിനി കലാമാല കാമദുഃഖാമരൂപിണി കലാനിധി കാവ്യകലാരസജ്ഞാരസസേവതി പുഷ്ടാ പുരാതന പൂജ പുഷ്കര പുഷ്കരേക്ഷണ പരം ജ്യോതി പരം ധാമ പരമാണു പരാത്പര പാശഹസ്ത പാശകന്ത്രി പരമന്ത്ര വിവേദിനി മൂർത്താമൂർധ നിത്യതൃപ്ത മുനി മാനസഹംസിക സത്യവ്രത സത്യരൂപ സർവാന്തര്യാമിണി സതി ബ്രഹ്മാണി ബ്രഹ്മജനനി ബഹുരൂപാബുധാർച്ചിത പ്രസാവിത്രി പ്രചണ്ഡാജ്ഞ പ്രതിഷ്ഠാ പ്രകടാകൃതി പ്രാണേശ്വരി പ്രാണദാത്രി പഞ്ചസത്പീഠരൂപിണി വിശൃംഖല വിവിധസ്ഥ വീരമാതാവിയ പ്രസുഹോ മുകുന്ദ മുക്തിനിലയ മൂല വിഗ്രഹരൂപിണി ഭാവജ്ഞ ഭാവലോകജ്ഞി ഭാവചക്രപ്രവർത്തനി ഛന്ദസാര ശാസ്ത്രസാര മന്ത്രസാര തലോദരി ഉദാരകീർത്തിരനുത്തമ വൈഭവ വർണ്ണരൂപിണി ജന്മമൃത്യുജര തൽപത ജന വിശ്രാന്തിദായിനി സർവോപാധി ദിശോദുൽകുഷ്ട ശാന്ത്യാതീത കലാത്മിക ഗംഭീര ഗഹനാന്തസ്ഥ ഗർഭിത ഗാനലോലുപ കൽപ്പനാരഹിത കഷ്ട കാന്ത കാന്താർത്ഥ വിഗ്രഹ കാര്യകാരണ നിർമുക്ത കാമ കേളിതരംഗിത കനക താടങ്ക ലീല വിഗ്രഹധാരിണി അജാക്ഷയ വിനർമുക്ത മുക്ത ക്ഷിപ്രപ്രസാദിനി അന്തർമുഖ സമാരാധ്യ ബഹുർമുഖ ദുർലഭ ത്രയീ ത്രിവർഗ നിലയ ത്രസ്ത ത്രിപുരമാലിനി നിരാമായ നിരാലംബ സ്വത്മാ രാമാസുതാശ്രുതി സംസാരഭക്ത നിർമ്മത്ത സമുദ്രണ പണ്ഡിത യജ്ഞപ്രിയ യജ്ഞകത്രി യജമാനസ്വരൂപിണി ധർമാധാര ധനദക്ഷ ധനധാന്യ വിവർധിനി വിപ്രപ്രിയ വിപ്രരൂപ വിശ്വഭ്രമണകാരിണി വിശ്വഗ്രാസ വിദ്രുമാഭ വൈഷ്ണവി വിഷ്ണുരൂപിണി അയോനിരോനി നിലയ കുടസ്ഥ കുലരൂപിണി വീരഗോഷ്ഠി പ്രിയ വീര നൈഷ്കർമ്മ്യ നാദരൂപിണി വിജ്ഞാന കലാന കല്യ വിദഗ്ധ വൈന്ദവാസന തത്വാധിക തത്വമയി തത്വമർത്ഥസ്വരൂപിണി സാമകാന പ്രിയ സൗമ്യ സദാശിവ കുടുംബിനി സവ്യാവ സവ്യ മാർഗസ്ഥ സർവോപാധി നിവാരിണി സ്വസ്ഥ സ്വഭാവ മധുര ധീര ധീര സമർച്ചിത ചൈതന്യാർക്യ സമാരാധ്യ ചൈതന്യ കുസുമപ്രിയ സദോദിത സദാദുഷ്ട താരുണാദിത്യ പാടല ദക്ഷിണ ദക്ഷിണാരാധ്യ ദരസ്മേരു മുഖാംബുജ കൗലിനി കേവലാനർക്യ കൈവല്യ പദദായിനി സ്തോത്രപ്രിയ ശ്രുതിമതി ശ്രുതി സംസിത വൈഭവ മാനസ്വിനി മനവതി മഹേശി മംഗളാകൃതി വിശ്വമാതാ ജഗദ്ധാത്രി വിശാലാക്ഷി വിരാഗിണി പ്രഗൽഭ പരമോദാര പരമോദാ മനോന്മയി
വ്യാമകേശി വിമാനസ്ഥ വ്യചരിണി വാമകേശ്വരി പഞ്ചയജ്ഞപ്രിയ പഞ്ചപ്രേത മഞ്ചാതിശായിനി പഞ്ചമി പഞ്ചഭൂതേശി പഞ്ചസഖ്യോപചാരിണി ശാശ്വതി ശാശ്വതൈശ്വര്യ ശർമ്മദ ശംഭുമോഹിനി ധരാധര സുധാധന്യ ധർമ്മിണി ധർമ്മവർദ്ധിനി ലോകാതീത ഗുണാതീത സർവാതീത സമാത്മിക ബന്ധുക കുസുമ പ്രഖ്യ ബാല ലീലാ വിനോദിനി സുമംഗലി ശുഭകരി ശുഭേഷാഢ്യ സുവാസിനി സുവാസിന്യർച്ചന പ്രീത ശോഭന ശുദ്ധമാനസ ബിന്ദുദർപ്പണ സന്തുഷ്ട പൂർവജ ത്രിപുരാംബിക ദശമുദ്ര സമാരാധ്യ ത്രിപുര ശ്രീ ശിവങ്കരി ജ്ഞാനമുദ്ര ജ്ഞാനഗമ്യ ജ്ഞാനജ്ഞേയ സ്വരൂപിണി യോനിമുദ്ര ത്രികൊണ്ടേശി ത്രികോണാംബ ത്രികോണക അനഹാംബുധ ചാരിത്ര വാഞ്ചിതാർത്ഥപ്രദായിനി അഭ്യാസാതിശയജ്ഞാത ഷഡ്വാന്തീതരൂപിണി അഭ്യാജ കരുണാമൂർത്തി അജ്ഞാനദ്വന്ദ്വദീപിക ആബാലകോപ വിദിത സർവാലുല്യംഗ്യ ശാസന ശ്രീചക്രരാജ നിലയ ശ്രീമത് ത്രിപുരസുന്ദരി ശ്രീ ശിവ ശിവശക്തിക്യ രൂപിണി ലളിതാംബിക ഏവം ശ്രീ ലളിതാ ദേവ്യാം നാംനാം സഹസ്രകം ജഗഹോം. ഓ ഇതി ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം സമ്പൂർണം. അശ്വിന്യാദി വാഗ്ദേവതാ ഋഷയഃ അനുഷ്ഠുപ് ഛന്ദഃ ശ്രീ ലളിതാ പരമേശ്വരി ദേവതാ. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാ കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി.